കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തീരുമാനം 29-ന്. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് മാറ്റിയത്. ശനിയാഴ്ച കോടതിയിൽ ശക്തമായ വാദങ്ങൾ നടന്നു. കേസ് സെഷൻസ് കോടതിയിലേക്ക് ഉടൻ മാറ്റണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. അന്വേഷണം തൃപ്തികരമല്ലെന്നും പി ദിവ്യയുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പോലും കൃത്യമായി ഹാജരാക്കിയിട്ടില്ലെന്നും വാദിഭാഗവും കോടതിയിൽ പറഞ്ഞു. കണ്ണൂർ മുൻ എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ അന്തിമ തീരുമാനം ഈ മാസം 29-ന് ഉണ്ടാകും. തുടരന്വേഷണ ഹർജി മജിസ്ട്രേറ്റ് കോടതിയിൽ ആണോ നൽകേണ്ടതെന്ന ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടായി. കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ കേസ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വിചാരണയ്ക്ക് മാറ്റേണ്ടതുണ്ട്. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നതിനായുള്ള നടപടിക്രമങ്ങൾക്ക് ഇടയിലാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തുടരന്വേഷണ ഹർജി കണ്ണൂർ കോടതിയിൽ നൽകിയത്. ഇതിൽ വാദവും നടന്നു. ഈ ഹർജി സെഷൻസ് കോടതിയിലല്ലേ നൽകേണ്ടതെന്ന ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടായി. ഇതിലാണ് 29-ന് കോടതി തീരുമാനം പറയുകയെന്ന് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ എസ് റാൽഫ് പറഞ്ഞു. കോടതിയുടെ സംശയം അതാണ്, ഈ പെറ്റീഷൻ ഇവിടെയാണോ ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കമ്മിറ്റലിന് ശേഷം തലശ്ശേരി കോടതിയിൽ സെഷൻസ് കോടതിയിലാണോ ഫയൽ ചെയ്യേണ്ടത്. അതാണ് ലീഗലായിട്ടുള്ളൊരു സംശയം ആണ്. അതൊരു പരിധിവരെ ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. ചില സ്റ്റാറ്റ്യൂട്ടിൽ അങ്ങനെയാണ്. പുതിയ സ്റ്റാറ്റ്യൂട്ടിൽ എല്ലാ അപേക്ഷകളും ജില്ലാ സെഷൻസ് കോടതിയോട് തീരുമാനിക്കാനാണ് പറയുന്നത്. മെയിൻറ്റെയിനബിലിറ്റി ഇൻ ദ സെൻസ് ഈ പെറ്റീഷൻ ഇവിടെയാണോ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ തലശ്ശേരി സെഷൻസ് കോടതിയിലാണോ കേൾക്കേണ്ടത്, അതിന് മാത്രമേ ഉള്ളൂ. അല്ല, ആ പെറ്റീഷന് പുറത്ത് മാത്രം. ഈ പെറ്റീഷൻ ഈ പോയിന്റിൽ മാത്രം, അതായത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പെറ്റീഷൻ കൈകാര്യം ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയാണോ സെഷൻസ് കോടതിയാണോ, ആ ഒരു പോയിന്റിൽ മാത്രം. 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് തുടർ അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിൽ പ്രധാനം കളക്ടറുടെയും പി ദിവ്യയുടെയും ഫോൺ ഡീറ്റെയിൽസുകളാണ്. പി ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ ഹാജരാക്കുന്നതിന് പകരം ഭർത്താവിന്റെ ഫോൺ വിവരങ്ങളാണ് നൽകിയതെന്നും അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് പറഞ്ഞു. ഹൈക്കോടതിയിൽ CBI ഇൻവെസ്റ്റിഗേഷൻ ചോദിച്ച് വിക്ടിം പോയ സമയത്ത് അവർ കളക്ട് ചെയ്തു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അതായത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയും പ്രതിയുടെയും ഓരോ ഫോൺ നമ്പറുകൾ അത് സപ്രസ് ചെയ്തു. അതിപ്പോഴും ഫയൽ ചെയ്തിട്ടില്ല. ആദ്യം ഫയൽ ചെയ്യുന്ന സമയത്ത്, ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് സപ്രസ് ചെയ്തു. നമ്മളത് പോയിൻ്റ് ഔട്ട് ചെയ്തു. അതിനുശേഷം ഒരു ഫർദർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിലും ഈ പ്രധാനപ്പെട്ട 2 ഫോൺ നമ്പറുകൾ സപ്രസ് ചെയ്തു. അതിപ്പോഴും ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല, ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈബർ ഫോറൻസിക്കിന് വിട്ടു എന്ന് പറയുന്നുണ്ട്, FSL വിട്ടു എന്ന് പറയുന്നുണ്ട്. അതിപ്പോഴും ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല, ഇത് ഇലക്ട്രോണിക് എവിഡൻസ് ഉള്ള കേസാണ്. ഒരുപാട് ഇലക്ട്രോണിക് വിഷ്വൽസും എല്ലാം ഉള്ളതാണ്. അതിലൊരിക്കലും സർട്ടിഫിക്കേഷൻസ് ഹാജരാക്കിയിട്ടില്ല. അതിപ്പോഴും ഹാജരാക്കിയിട്ടില്ല. ഫർദർ റിപ്പോർട്ടിന് ശേഷം ഹാജരാക്കിയിട്ടില്ല. മാത്രമല്ല, ഈ ലാബിലേക്ക് അയക്കുന്ന സമയത്തുള്ള അതിൻ്റെ മാൻഡേറ്റ്സ് അതും പാലിച്ചിട്ടില്ല. കേസ് നീട്ടിക്കൊണ്ടുപോവുക എന്ന ലക്ഷ്യവുമായി പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഹർജി മാത്രമാണ് വാദിഭാഗത്തിൻ്റെതെന്ന് പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വനും പറഞ്ഞു. ഇതൊരു സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ ഫയൽ ചെയ്ത ഒരു ഹർജി മാത്രമാണ്. യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കൊടുത്ത മറുപടിയും ചേർത്ത് വായിച്ചാൽ ഇതൊരു കേവലമായ ഒരു നടപടിക്രമം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഇത്തരം ഹർജിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ഹർജിക്കാരോട് കാര്യങ്ങൾ ചോദിക്കുകയും അത് അവർ വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും ഹർജി തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ വാദം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി നമുക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകുമെന്നാണ് ഞങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കുന്നത്. എല്ലാ രേഖകളും കുറ്റപത്രത്തിന് ഒപ്പമുണ്ട്. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയതുമാണ്. പി ദിവ്യക്കെതിരായ കുറ്റം നിലനിൽക്കില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും തങ്ങളുള്ളത്. കേസ് വിചാരണക്കായി 29-ന് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും അഡ്വക്കേറ്റ് കെ വിശ്വൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.